വെൽക്കം ബാക്ക് ടു ഐസി ഓഫ് കൊച്ചി. നമ്മളിന്ന് ബഡ്ജറ്റ് നോക്കുന്നില്ല, ബഡ്ജറ്റൊക്കെ എഴുതി തള്ളിയിരുന്നു. പക്ഷെ ചലഞ്ച് വയസ്സായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കറന്റ് ബഡ്ജറ്റ് അല്ലല്ലോ. നമുക്കിപ്പോൾ ആഗ്രഹമായിരുന്നു ഒരു നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി. നാടൻ ഫുഡ് മീൻസ് ബേസിക്കലി ഒരു മസാല ദോശ, അല്ലെങ്കിൽ ഒരു ചണ ഭട്ടൂര, തൈര് വട, അതൊക്കെ കഴിക്കാൻ ഒരു മൂഡ് വന്നപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല, നേരെ ചെന്നൈ ദോശ എത്തി. ചെന്നൈ ദോശയാണെന്ന് വെച്ചാൽ ബേസിക്കലി ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫുള്ളും അത്യാവശ്യം നമുക്ക് നാടൻ ടേസ്റ്റി ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ക്വാണ്ടിറ്റി ഉണ്ടാകും. അതെ, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്തായാലും ഫസ്റ്റ് ഓർഡർ ചെയ്ത് തൈര് വടയായിരുന്നു. തൈര് വട വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല തൈര് വടയാണ്, കാണാൻ ഭംഗി എന്തെങ്കിലും കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം കേട്ടോ. ലെറ്റ്സ് സീ. കൊള്ളാം. ഒരു ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. കുഴപ്പമില്ല, പക്ഷെ എല്ലാം നോട്ടും കിക്കാവുന്നുണ്ട്. മറ്റേ പെപ്പർ, ഹോൾ പെപ്പർ തൈര് എന്തായാലും വടൽ എന്താണെങ്കിലും ഒരു കുരുമുളക് ഇടും. അതിൻ്റെ രീതി അങ്ങനെയാണ്. അത് കൊള്ളാം. അടുത്ത ഓർഡർ ഫുഡ് വന്നിട്ടുണ്ട്. ഗസ് വാട്ട്? ചണ ഭട്ടൂര. കറിയുണ്ട്. കുറച്ച് വലിയൊരു ഇതുണ്ടായിരുന്നു, അങ്ങനെ എയർ ഉണ്ട്. ഇപ്പോൾ എയർ കുറവാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ സലാഡൊക്കെ ഉണ്ട്. ഷോ ചെയ്ത് ഓക്കെ. ഇപ്പം എന്തായാലും ബാക്കി കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്, പക്ഷേ കൊള്ളാം. നമ്മൾ പിന്നെ കുറച്ച് കറി എക്സ്ട്രാ മേടിക്കോട്ടെ, വേറെ ആയാലും അത് കഴിച്ചില്ലെങ്കിൽ എന്തൊരു സമാധാനം കയറാം. അപ്പോൾ അടുത്ത ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത് പറയാം കേട്ടോ. ഗൈസ്, നിങ്ങൾ അടുത്ത ഓർഡർ ചെയ്ത് മെയിൻ സാധനം വന്നിട്ടുണ്ട്. മസാല ദോശ. ആവി പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല ദോശ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ സാധനം, UK എത്തിയിട്ട്. ഇതിനൊക്കെ ചിലവുണ്ട്, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ കീപ്പ് വാച്ചിങ്. എനിക്ക് ചമ്മന്തിന് അതെടുക്കണം. മൂന്ന് തരത്തിലുള്ള ചമ്മന്തി ഉണ്ട്. സാമ്പാർ, ചമ്മന്തി, 3 ടൈപ്പ് ഓഫ് ചമ്മന്തി, സാമ്പാറും. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി. അതെ, ഇതൊന്നും കൂടുതൽ ബോധിപ്പിക്കണില്ല. നമ്മളിതൊക്കെ കഴിച്ചിട്ട് ബാക്കി പറയാം. ഞാൻ കുട്ടിര് അപ്പോൾ കഴിച്ച് ഞങ്ങൾ അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പ്ലേറ്റ് മൊത്തം കാര്യമായി. കൊള്ളാം, നല്ല സ്പൈസി. നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എല്ലാ റൂട്ടിൽ കൂടി. അപ്പോഴാണ് നാടനിലേക്ക് നമുക്ക് ഫീൽ വരുന്നത്. ഇവിടുത്തെ ഭക്ഷണം നല്ലതാണ്, പക്ഷേ വളരെ പ്ലെയിനാണ്, വികാരമില്ല. പക്ഷെ നമുക്ക് കുറച്ച് വികാരമൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ
കീപ് വാച്ചിങ് ഗൈസ്. ഇനി അടുത്തൊരു ബില്ല് കാണിക്കും. ഇത് കുറച്ച് ഹെവി ബില്ലായിരിക്കും ഹോപ്പ്ഫുള്ളി. എന്തായാലും കാണിച്ചു തരാം. ഇതിന് 5 പൗണ്ടിന് മുകളിലാണ്, അത് കൺഫേം ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ആകെ കഴിച്ചേക്കണ തൈര് വട, മസാല ദോശ, പിന്നെ ചാണകപ്പട്ടൂര 15 കൊണ്ട്. ബട്ട് ദാറ്റ് ഇസ് ഫൈൻ. ഇവിടെ മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടി. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. കീപ് വാച്ചിങ് രസൈ ഓഫ് കൊച്ചി.